ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ പ്രഭാസ്, അതോടൊപ്പം തന്നെ അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോൺ, അങ്ങനെ ഒരു ഇന്ത്യൻ സിനിമയിലെ തന്നെ പ്രമുഖർ അണിനിരന്നിട്ടുള്ള ഏറ്റവും പുതിയ ഹിന്ദി ചിത്രമായ കൽക്കി 2018-98 AD എന്ന് പറയുന്ന സിനിമ ഇതാ തിയേറ്ററിലോട്ട് എത്തിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ ഷോയൊക്കെ ഇതിനോടൊപ്പം തന്നെ ആന്ധ്ര, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 4:45 ശേഷം വെളുപ്പിന് 4:45 ആരംഭിച്ച ഷോയ്ക്ക് മികച്ച അഭിപ്രായങ്ങളൊക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞതിന് ശേഷമുള്ള റിവ്യൂ ആണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ സിനിമകളുടെ റിവ്യൂസും ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. കൽക്കി എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ തെലുങ്കിലെ സൂപ്പർ ഹിറ്റ് ഡയറക്ടറായ നാഗശ്വൻ ഒരുക്കിയ ചിത്രമായിരുന്നു കൽക്കി എന്ന് പറയുന്ന സിനിമ. കൽക്കി 2898 AD എന്നാണ് ചിത്രത്തിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം. എന്തൊക്കെയാണ് ചിത്രം? 3 കാലഘട്ടങ്ങളിലൂടെയാണ് കഥ പറയുന്നത്. കാശി, കോംപ്ലക്സ്, ശംഫാള എന്നീ 3 ലോകങ്ങളുടെ കഥയാണ് ചിത്രം പറയുന്നത്. ചിത്രം മലയാളത്തിൽ റിലീസ് എത്തുന്നുണ്ട്. തെലുങ്കിലും ഹിന്ദിക്കും പുറമെ തന്നെ കന്നഡ, തമിഴ്, മലയാളം തുടങ്ങിയ ഭാഷകളുടെയായിട്ടാണ് കൽക്കി എന്ന് പറയുന്ന സിനിമ ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് ചിത്രത്തിന്റെ കേരളത്തിലെ വിതരണാവകാശമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫാർ ഫിലിംസ് ആയിരുന്നു. ചിത്രത്തിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് നോക്കുകയാണെങ്കിൽ ചിത്രത്തിൽ നമ്മുടെ ദുൽഖർ സൽമാനും ഒരു ഗസ്റ്റ് റോൾ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നൊക്കെയാണ് ചിത്രത്തിൽ വന്നുപോയിട്ടുള്ള താരങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പ്രഭാസിനൊപ്പം തന്നെ മെഗാസ്റ്റാർ അമിതാഭ് ബച്ചൻ, ഉലക നായകൻ കമലഹാസൻ, ദിഷ പട്ടാനി തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചിത്രത്തിൽ നായികയായിട്ട് വന്നിരിക്കാൻ ദീപിക പദുക്കോണാണ്. ചിത്രത്തിൽ ഗസ്റ്റ് റോളിൽ നമ്മുടെ ശോഭന, അതോടൊപ്പം മലയാളത്തിൽ നിന്നായിട്ട് ദുൽഖർ സൽമാൻ തുടങ്ങിയ 2 താരങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് തെലങ്കാന, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ആദ്യ ഷോ കഴിയുമ്പോൾ മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ത് നോക്കുകയാണെങ്കിൽ ആദ്യ ഷോയ്ക്ക് കയറിയിരിക്കുന്നത് പ്രഭാസ് ആരാധകർ തന്നെയാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾ ആദിപുരുഷ് അടക്കം ആദ്യ ദിനം 100 കോടി നേടിയ കാഴ്ച നമ്മൾ കണ്ടാണ്. സലാർ, ആദിപുരുഷ്, സാഹോ തുടങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ 100 കോടി നേടിയിട്ടുണ്ടായിരുന്നു. ആദ്യ ദിനം കൊണ്ട് മാത്രം കളക്ഷനെ അത്രയും വലിയ തരംഗം സൃഷ്ടിച്ച ചിത്രത്തിൽ ഇപ്പോൾ ഇതാ ആ ഒരു ഗണത്തിലോട്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു സിനിമയിൽ അമിതാഭ് ബച്ചൻ വരുന്നുണ്ട്. അതുപോലൊപ്പം ദീപിക പദുക്കോൺ വരുന്നുണ്ട്. നമ്മുടെ ഉലക നായകൻ കമലഹാസൻ വരുന്നുണ്ട്. അങ്ങനെ കൂടെ ആകുമ്പോൾ ആ ഒരു സിനിമയുടെ കളക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നത് 200 കോടി രൂപ വരെയാണ് ആദ്യ ദിനം എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ് വമ്പം ബഡ്ജറ്റിൽ ഒരുങ്ങിയ ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ മൂക്കുകുത്തുമെന്ന് നമുക്ക് കണ്ടു തന്നെ ഇടണം. എന്തൊക്കെയാണ് തെലുങ്ക് നാട്ടിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ചിത്രം തെലുങ്ക് സിനിമയിൽ ബാഹുബലിക്ക് ശേഷം അല്ലെങ്കിൽ RRRനൊക്കെ ശേഷം വലിയൊരു തരംഗമായിട്ട് മാറാൻ പോകുന്ന ചിത്രം എന്നുള്ള ഒരു വാർത്തകളൊക്കെ തന്നെയാണ്. ഇതേ അഭിപ്രായം തന്നെയാണ് ആദിപുരുഷ് ഇറങ്ങിയപ്പോഴും സാഹോ ഇറങ്ങിയപ്പോഴും അദ്ദേഹത്തിന്റെ ഫാൻസുകാർ പറഞ്ഞിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് നമുക്ക് നമ്മുടെ കേരളത്തിൽ അതായത് മലയാളത്തിലെ ആദ്യ ഷോ കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് എത്രത്തോളം ഈ ഒരു റിവ്യൂ ജെനുവിൻ ആണെന്ന് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ തെറ്റിക്കാതെ മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യ സിനിമ കണ്ട അല്ലെങ്കിൽ ലോക സിനിമ കാണാൻ പോകുന്ന ഏറ്റവും വലിയൊരു വിസ്മയമായിട്ട് കൽക്കി എന്ന് പറയുന്ന സിനിമ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് ഇന്നത്തെ ദിവസം തിയേറ്ററിൽ നിന്നായിട്ട് കൽക്കി എന്ന് പറയുന്ന പ്രവാസ ചിത്രം കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. അപ്പോൾ നമ്മൾ കൽക്കി എന്ന് പറയുന്ന സിനിമ കണ്ടതിന് ശേഷം കൽക്കിയുടെ പൂർണ്ണമായിട്ടുള്ള റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു റിവ്യൂ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.